ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൊടുത്ത വലിയൊരു ഷോക്കായിരുന്നു. അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കർ എന്ന ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വോട്ടെടുപ്പ് ദിവസത്തിലെ കുറ്റസമ്മതം അത് വലിയ ഡാമേജ് ഉണ്ടാക്കിയെന്നാണ് CPIM വിലയിരുത്തിയത്. അവരുടെ കമ്മിറ്റികളിലൊക്കെ തന്നെ ഇത് വലിയ എന്താ പറയുക വിശകലന വിഷയമായി മാറുകയും ചെയ്തിരുന്നു. അപ്പോൾ മാധ്യമങ്ങളുമായി സംസാരിക്കവേ എല്ലായ്പ്പോഴും അതൊരു സീരിയസ് ഇഷ്യൂ ആണെന്നും ഞങ്ങളത് പരിഗണിക്കുകയാണ് എന്നും MV ഗോവിന്ദൻ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൂടി അത് അടഞ്ഞ അധ്യായമല്ല, ഞങ്ങളുടെ എന്താണ് തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ അത് ഞങ്ങളുടെ പുനഃക്രമീകരണ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി ഉള്ള ചർച്ചകളിൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ദാവൂദ് സാഹിബിന് എന്താണ് തോന്നുന്നത്? CPM അതായത് ആ വിവാദത്തിൽ നിന്ന് ഓടി ഒളിക്കാനോ അവയെ മറച്ചു വയ്ക്കാനോ ഹൈഡ് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ഉറക്ക മറുപടി പറയുന്നുമുണ്ട്. അപ്പോൾ CPM അതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നലെ CPMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി അവരുടെ തെറ്റുതിരുത്തൽ രേഖ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വിശദീകരിക്കാൻ വേണ്ടി പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം നടത്തുകയാണ്. അപ്പോൾ അതിലാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത്, ഈ തെറ്റുതിരുത്തൽ ഇതിൻ്റെ ഭാഗമായിട്ട് EP ജയരാജൻ്റെ ഈ സന്ദർശനം അത് നിങ്ങൾ തിരുത്തുമോ, അതിൽ നടപടി എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടി അത് ഈ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ വീണ്ടും ചോദിക്കുന്നു, അതായത് അത് അടഞ്ഞ അധ്യായമല്ല അത് പിന്നീട് ചർച്ച ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ അത് അടഞ്ഞ അധ്യായമല്ല എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ, ഞങ്ങളത് ചർച്ച ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടഞ്ഞ അധ്യായമല്ല എന്നല്ലേ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. CPMന് അതങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കാരണം നിഷാദ് പറഞ്ഞ പോലെ അദ്ദേഹം ഏതൊരു CPM കാഡർ ഒരു BJP നേതാവിനെ പോയി കാണുകയല്ല ചെയ്യുന്നത്. CPM ഉൾപ്പെടുന്ന കേരളത്തിലെ മുന്നണിയെ നയിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹമാണ് നിരുത്തരവാദപരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുകയും പ്രത്യേകിച്ച് കുറ്റബോധമൊന്നും ഇല്ലാതെ അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല സംഭവിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇവരുടെ ജാഥ നടക്കുന്നുണ്ട്. ജാഥ നടക്കുന്ന ദിവസം അദ്ദേഹം എവിടെയാണ് ഉള്ളത്? ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന കേരളത്തിലെ ഈ CPMമാരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ട ഒരാളുടെ അമ്മയുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യ ചടങ്ങിൽ ക്ഷേത്രത്തിൽ പങ്കെടുക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഇതൊരു CPMൻ്റെ സമുന്നതമായ നേതാവ്, CPM ഉൾപ്പെടുന്ന മുന്നണിയെ നയിക്കുന്ന ഒരാൾ ഇങ്ങനൊരു സമീപനം സ്വീകരിച്ചാൽ പാർട്ടിക്ക് അത് എളുപ്പം ദഹിക്കില്ല. അതല്ല അങ്ങനെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊന്ന് ഗോവിന്ദൻ മാഷ് അതിൽ വളരെ ശക്തമായ നിലപാടുള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് CM കടുത്ത ഭാഷ CM വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. പക്ഷേ EP ജയരാജനെ പോലെ ഒരാൾ, അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുള്ള ഒരാളാണ്. പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ, പ്രത്യേകിച്ച് കണ്ണൂരിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ വളരെയധികം അധ്വാനിച്ചുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന സ്വഭാവത്തിൽ അത് കൊണ്ടുപോകാനും CPM ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. ഇന്ന് പാർട്ടി സെക്രട്ടറിയുടെ പത്രസമ്മേളനം വിശദീകരിച്ചുകൊണ്ട് ദേശാഭിമാനി കൊടുത്തിട്ടുള്ള വാർത്ത, ദേശാഭിമാനി 1-ാം പേജിലുണ്ട്. അത് ആദ്യത്തെ വാചകം പാർട്ടി പ്രവർത്തകരെയും ബഹുജനങ്ങളെയും അണിനിരത്തി ശുദ്ധീകരണ യത്നത്തിന്, മാലിന്യ നിർമ്മാർജ്ജന യത്നത്തിന് പാർട്ടി നേതൃത്വം കൊടുക്കുന്നതാണ്. അപ്പോൾ ഏത് മാലിന്യമാണ് നിർമ്മാർജ്ജനം ചെയ്യാൻ പോകുന്നത് നമ്മൾ കാണാം. അപ്പോൾ CPMൻ്റെ ഇപ്പോൾ ഇന്നലെ അംഗീകരിച്ചിട്ടുള്ള തെറ്റുതിരുത്തൽ രേഖ ഇനി നടക്കാൻ പോകുന്ന പരിപാടിയാണ്. ഈ തെറ്റുതിരുത്തൽ രേഖ താഴെ തലത്തിൽ റിപ്പോർട്ട് ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് ഇനി നടക്കുന്നത്. ആ റിപ്പോർട്ട് ചെയ്ത് ശേഷം റിപ്പോർട്ടിംഗ് യോഗങ്ങളിൽ ഉണ്ടായുള്ള ഫീഡ്ബാക്കുകൾ വെച്ചിട്ട് എഗൻ പാർട്ടി കമ്മിറ്റി ചേരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആ പാർട്ടി കമ്മിറ്റിയിൽ അത് 1.5 മാസം എടുക്കുന്നൊരു പ്രക്രിയ ആയിരിക്കും. ആ പാർട്ടി കമ്മിറ്റിയിൽ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. നടപടി ഒന്നുകിൽ ആ കമ്മിറ്റി നടപടി ഉണ്ടാവും, അല്ലെങ്കിൽ അതിനു മുമ്പ് EP ജയരാജൻ സ്വയം രാജിവെക്കുകയോ ഈ പദവി ഒഴിയുകയോ ചെയ്യുന്ന ഒരു നിലയിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. EP ജയരാജൻ നാളെ കണ്ണൂരിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, നിങ്ങൾ വാർത്തകൾ ശരിയായ രീതിയിലല്ല കൊടുത്തിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എനിവേ ഇത് CPMന് അതിൽ നടപടിയെടുക്കാതെ പറ്റില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 1.5 മാസത്തിനുള്ളിൽ നമുക്കത് പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജിംസ്, ഇപ്പോൾ ആ വിഷയത്തിൽ നടപടി എടുക്കണമെന്ന് CPM തീരുമാനിക്കുന്നതിന് പിന്നിൽ അത് അനുചിതമായ ഒരു കൂടിക്കാഴ്ച ഉണ്ടായി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ള പ്രശ്നമാണോ? അതിനപ്പുറത്തേക്ക് CPM നമ്മൾ കാണാത്ത വേറെ പലതും കാണുന്നുണ്ടോ, കണ്ടിട്ടുണ്ടോ? അങ്ങനെയല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു CPM അണികളെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. EP ജയരാജൻ അദ്ദേഹം LDF കൺവീനർ ആയതിനു ശേഷം അവരുടെ സെൻറ്റിമെൻറ്റ്സിനെ എത്രമാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല കാരണങ്ങളാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രാവിലെ വന്നിട്ട് മാധ്യമങ്ങളോട് അദ്ദേഹം സമ്മതിക്കുകയാണ്, ഞാനും ജാവ്ദേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഈ നടത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ,
അന്നാണോ സമ്മതിക്കേണ്ടത്? അന്ന് ആ കൃത്യസമയത്താണ് സംഭവിക്കുന്നത്. അങ്ങനെയൊന്നുണ്ടല്ലോ. അപ്പോൾ സി പി എമ്മിൻ്റെ അണികളെ സംബന്ധിച്ച് അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള അവരുടെ അടിയന്തര ആവശ്യമാണ്. അത് പാർട്ടി പരിഗണിക്കുക തന്നെ ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അത് പെട്ടെന്ന് എടുപിടിയൊന്നും ആയിരിക്കില്ല. മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷമായിരിക്കും മെല്ലെ ആയിരിക്കും തീരുമാനം എടുക്കുക. കാരണം ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണല്ലോ. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് അതിപ്പോൾ ഈ വർഷം തന്നെ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും. എന്തായാലും ആ ഒരു തീരുമാനം CPM സംസ്ഥാന കമ്മിറ്റി എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, അദ്ദേഹത്തെ അങ്ങോട്ട് പുറത്താക്കുകയോ അങ്ങനെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയോ സസ്പെൻഡ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. കാരണം അത് ഇന്നലെ തന്നെ ഇന്ന് ഈ ഗോവിന്ദ മാഷ്ട വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം എന്താണ് BJP അദ്ദേഹം തള്ളി പറയുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം BJPക്ക് എതിരാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതായത് EP ജയരാജൻ എന്താണെന്ന്, EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സീനിയോറിറ്റി പാർട്ടി അംഗീകരിക്കുന്നുണ്ട്. അതിനപ്പുറം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലാണ് പ്രശ്നം. ഒന്ന്, വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങൾ. ആ റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനി ഏറ്റെടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അതൊക്കെ എത്രമാത്രം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും. പാർട്ടിയുടെ വക്താക്കൾക്ക് പോലും അതിന് മറുപടി പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് വൈദേക റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം ഏറ്റെടുക്കുന്നു എന്ന ക്വസ്റ്റിന് കൃത്യമായ മറുപടി പറയാൻ കഴിയില്ല. എന്ത് മറുപടിയാണ് പറയുക? ഏതുപോലെ പിണറായി വിജയൻ്റെ മകൾക്ക് എന്താണ് മാസപ്പടി കിട്ടി എന്ന ആരോപണത്തിൽ പാർട്ടിക്കോ പാർട്ടി പ്രവർത്തകർക്കോ മറുപടി പറയാൻ കഴിയാത്തതുപോലെ ഒരു സീരിയസ് പ്രശ്നമാണ് വൈദേക റിസോർട്ട്. ഇപ്പോഴും വൈദേക റിസോർട്ട് നിരാമയുടെ കീഴിലാണ്. ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും അതിൻ്റെ ഷെയർ ഒഴിയും എന്ന് ജയരാജൻ പറഞ്ഞിട്ട് ഒഴിയാൻ പറ്റിയിട്ടില്ല. അതിനർത്ഥം അതൊരു പൊളിറ്റിക്കൽ ട്രാപ്പാണെന്നാണല്ലോ. ഒരു രാഷ്ട്രീയ പ്രതിയോഗിയുടെ ഒരു സ്ഥാപനം, ഒരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ കുടുംബം നടന്ന സ്ഥാപനം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ബിസിനസ് ടേക്ക് ഓവർ മാത്രമല്ല. അതിനങ്ങനെ കാണുന്നത് നിഷ്കളങ്കതയാണ്. അങ്ങനെയല്ല. രാജീവ് നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പുള്ളി സർട്ടിഫൈ ചെയ്തു. അതിനുശേഷം രാജീവ് നല്ല സ്ഥാനാർത്ഥിയാണെന്ന് സർട്ടിഫൈ ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ നിഷ്കളങ്കമായി, ജയരാജൻ എപ്പോഴും പറയാനുള്ളതുപോലെ നിഷ്കളങ്കമായ പ്രസ്താവനകളായിട്ട് പാർട്ടിയോ പാർട്ടി പ്രവർത്തകരോ കാണില്ല. തീർച്ചയായിട്ടും പാർട്ടി അതിൽ നടപടി സ്വീകരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. LDF കൺവീനർ സ്ഥാനത്ത് എന്തായാലും EP ജയരാജനെ മാറ്റിയേക്കും. അത് ഉടനെ ഈ 2024 തന്നെ നടക്കും എന്നല്ല, അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് അത് സംഭവിച്ചിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ വേറൊരു കാര്യം, CPM ഒരു 75 വയസ്സ് എന്നുള്ളൊരു പ്രായപരിധി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്. അടുത്ത 2025 മെയ് ആകുമ്പം EP ജയരാജന് 75 വയസ്സാവും. മാർഗനിർദ്ദേശക മണ്ഡൽ. എന്തായാലും EP കാര്യം വളരെ സീരിയസ് ആയിട്ട് CPM ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു നടപടി വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്.